മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എങ്ങോട്ടാ വന്നിട്ടില്ല അറിയാം. ജിദ്ദയിലെ മ്യൂൺ വാലി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പിംഗ് ഏരിയ ആണ് ഇത്. ഈ കാണുന്ന മലകളാണ്. അതിൻ്റെ അപ്പുറത്ത് ആ കാണുന്ന മല ഉണ്ടോ, അതിൻ്റെ അപ്പുറത്തൊരു വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, നമുക്ക് പോയാലോ. അതിൻ്റെ മുകളിലൊക്കെ കണ്ടകൾ ഏറ്റവും ടോപ്പിലൊക്കെ നിറച്ച ആൾക്കാർ. അവിടേക്കാട്ടെ നമ്മൾ പോണത്. അതിൻ്റെ അപ്പുറത്തൊരു വ്യൂ ഉണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ചുറ്റുഭാഗം ആ കാണുന്ന മലകളൊക്കെ പാറ കേട്ടോ. ആ കാണുന്നതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നും കാണൂലല്ലേ. നമുക്ക് നേരെ മല കയറിയാലോ. ഒരു മല തന്നെ കേട്ടോ, അത് കയറി തന്നെ വേണമല്ലേ. നമുക്ക് കയറി വെക്കാം. കയറുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. വെള്ളം പിന്നെ കാണിട്ട് കൊണ്ടുപോകലും നടക്കില്ല. അത് നമ്മൾ ഏറ്റി പോകണ്ടേ. അതിലേറെ നല്ലത് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം അല്ലേ. അമ്മല്ലേ, കേരളം റിസ്ക് ആട്ടോ, ഒന്നും പറയാനില്ല. ഇപ്പൊ ആരൊക്കെ നോക്ക്. ഇതിൻ്റെ ഇടയിലൊരു ചെടിയോ, ഈ കേരള ടാസ്ക്കാണ്. ഇതിൻ്റെ ഇടയിലൊരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഉള്ളിലേക്ക് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ പോയിക്കൊന്നും പോണില്ല. താഴത്തോട്ട് നോക്ക്, എന്താ ഭംഗിയില്ലേ. കുറേ വണ്ടികളും കുറേ ആൾക്കാരും. അപ്പോൾ നമുക്ക് ഇനിയും കയറാനുണ്ട് കേട്ടോ. കയറിയാലോ. ഈ അടിപൊളി വ്യൂ കാണാനാണ് നമ്മളിവിടെ വന്നത്. സൺസെറ്റ് അത് നോക്ക്, എന്തല്ലേ. നാട്ടിലേക്കാണെങ്കിൽ നമ്മൾ വല്ല ബീച്ചിലോ അല്ലെങ്കിൽ വല്ല മലമുകളിലൊക്കെ പോയി കാണൂലേ. ഇത് പഹാറമ്മ നിന്നിട്ട് ഇങ്ങനെ കാണണം, എന്താ ഭംഗി അറിയാം. അതൊരു വേറെ കാഴ്ച തന്നെ കേട്ടോ. എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റിംഗ് കേട്ടോ. ഈ ഏരിയയിലൊക്കെ ആൾക്കാർ നിറച്ചുണ്ട്. ആ കാണുന്ന കുന്നുണ്ടോ, അവിടേക്ക് കയറണം വിചാരിച്ചാണ്. നെക്സ്റ്റ് ടൈം നമ്മൾ അടുത്ത ആ പാറമ്മ കയറും. ഇപ്പോൾ നമുക്ക് കഴിയില്ല, കാരണം വെച്ചാൽ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ നമുക്ക് പോയി കിട്ടും. ക്യാമ്പിംഗ് ഏരിയ ആണ് കേട്ടോ. ചുറ്റും ഫുള്ള് ക്യാമ്പിംഗ് ഏരിയ ആണ്. ഇവിടെ ഒരു പ്രശ്നമല്ല. നമുക്ക് വന്ന് കണ്ട് കുക്ക് ചെയ്യുക. നമ്മൾ ഒരാളെ ശല്യപ്പെടുത്താനുണ്ടാവില്ല, നമ്മളീ ഒരാളെ ശല്യപ്പെടുത്താനുണ്ടാവില്ല. ഇത് നോക്ക്, എന്താല്ലേ. ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതിവിടെ തന്നെ ഉള്ളത് കിട്ടുക, വേറെ എവിടെയും കിട്ടില്ല. 4x4 വണ്ടിയൊക്കെ ഉണ്ടെങ്കിലേ ഒന്നും നോക്കാനില്ല. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോരെ. ഒരു ദിവസം ഒരു വെറൈറ്റി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം. ഈ അടിപൊളി കാഴ്ചൻ്റെ ലൊക്കേഷൻ നമുക്ക് വേണ്ടേ. ഞാനെൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം, പോയാണ്ട് നോക്കിക്കോളേ. ഒരു ദിവസത്തെ വെളിച്ചം കാണിച്ചാണ്ടേ സൂര്യൻ മടങ്ങുകയാണ്. നോക്കാം,
എന്തല്ലേ അങ്ങനെ ഒരു ദിവസം കഴിയാട്ടോ നമ്മൾ ആയുസ്സിലൊരു ദിവസമാണ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോയത്. എന്താ കാഴ്ചല്ലേ ഈ കാഴ്ച, അതൊരു വേറെ തന്നെയല്ലേ. നോക്ക് ചുറ്റുഭാഗം ഒരു ദിവസം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കണ്. നമ്മളെ സൂര്യൻ അസ്തമിച്ച്. ഓക്കെ, നമുക്കിനി താഴത്തേക്ക് ഇറങ്ങിയാലോ? സത്യം പറഞ്ഞാൽ കുഴങ്ങിട്ടോ. ഈ മല കയറിയാണ്ട് വന്നാൽ തന്നെ കുഴങ്ങും. കാരണം നമ്മളെ കൂടെ കുറേ ആയില്ലേ ഇങ്ങനെയൊക്കെ മല കയറിയിട്ടും കുന്ന് കയറിയിട്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് സങ്കടമുണ്ട് കേട്ടോ. അവൻ പറയാമല്ലോ. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നുകൊണ്ട് ഈ കാഴ്ച കാണുക എന്നുള്ളത് നമുക്ക് ഒന്നുണ്ട്. പിന്നെ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാലൊരു സങ്കടമുണ്ട്. നമ്മളെ ലൈഫിൽ നിന്ന് ഒരു ദിവസം പോവുകയാണ്. നമ്മളെ ലൈഫിൽ നിന്ന് ഒരു ദിവസം, നമ്മളെ ഏജിൽ നിന്ന് ഒരു ദിവസം പോയി കിട്ടുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കി? ഒന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് ഇതൊരു മറ്റൊരാൾക്ക് കാഴ്ച ആയിട്ട് കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞ്. അപ്പോൾ അതിൽ വേറൊരു സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കുകയും ചെയ്തോണ്ട്. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.